പലരും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയാവും. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം നാളെ രാവിലെ ചെയ്യാം. ഇപ്പോൾ ഞാൻ MRC തൊപ്പീൻ്റെ ഗ്യാങ്ങിലുള്ള MRC റാംബോ, പിന്നെ ആൻഷിഫ് മുനികൽ, ഇവരുടെ കുറച്ച് കഴപ്പ് പരിപാടികളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. കഴപ്പ് തന്നെ ഞാൻ പറയും, കാരണം ആ തൊപ്പി ഒരു സൈഡ് കൂടി മര്യാദയ്ക്ക് പോവുകയാണ്. ഇപ്പോൾ ആ ചെക്കന് വലിയ രീതിയിലുള്ള ഹെയ്റ്റോ പരിപാടികളോ ഒന്നുമില്ല. ഓനൊരു ഡിഫറെൻറ്റ് സോണിലേക്ക് തന്നെ മാറി ഒന്ന് സെറ്റിലായി സോർട്ടായി പോകുമ്പോൾ ആകാശത്ത് കൂടി പോണ എല്ലാ വള്ളിയും ഓൻ്റെ തലയിൽ ഇട്ട് കൊടുക്കാനാണ് ഈ ഒപ്പം നടക്കുന്ന മമ്മു ആണെങ്കിലും ജാസി ആണെങ്കിലും ഈ പറഞ്ഞ റാംബോ കാണിച്ച പരിപാടി ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് തുടങ്ങാം. റാംബോൻ്റെ ലൈവിൽ ആദ്യം റാംബോനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ തൊപ്പിയാണ്. ഇപ്പോൾ റീസെൻ്റ്ലിയാണ് റാംബോ ലൈവ് ചെയ്യുന്നത്. അതിന് മുമ്പെങ്ങാണ്ട് ഒരു ലൈവ് ചെയ്തിട്ട് പിന്നെ അന്ന് നിർത്തിയതാണ്. റാംബോ ലൈവ് ചെയ്യാറില്ല. ഷെമീറാണ് ഒന്ന് ലൈവ് ചെയ്തിപ്പോൾ സെറ്റായി വന്നത്. അങ്ങനെ തൊപ്പി റാംബോനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതിലൊരു സ്ക്രിപ്റ്റഡ് സാധനം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സ്ക്രിപ്റ്റഡ് ആണ് എന്നുള്ളത് നമുക്ക് ഡൗട്ട് അടിക്കാം. കാരണം റാംബോയ്ക്ക് ലൈവിലിരുന്ന് റിയാക്ട് ചെയ്യാൻ ആളുകൾ ഡിസ്കോഡിൽ അയച്ചു കൊടുക്കുന്നതിൽ ഒന്ന് അൻഷിഫ് മുനിക്കലിൻ്റെ കമൻ്റ് ആയിരുന്നു. പണ്ട് ഏതൊരു കണ്ടൻറ്റിന് ഇട്ട ഒരു തൊപ്പീൻ്റെ അടുത്ത് റിയാക്ട് ചെയ്തൊരു കമൻറ്റ്. അത് കണ്ടപ്പോൾ പ്രൊവോക്ഡായിട്ട് റാംബോ ആണ് തുടങ്ങുകയാണ്. അപ്പോൾ തുടങ്ങി വെക്കുന്നത് റാംബോ ആണ്. കാരണം റാംബോയ്ക്ക് ഓൾറെഡി തൊപ്പീൻ്റെ ലൈവിൽ പറയാൻ പറ്റാത്തതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട് എന്നുള്ളത് റാംബോ പലപ്പോഴായിട്ട് പറയുന്നുണ്ട്. കാരണം അന്ന് ഷാജഹാനും കുഞ്ഞാനും ടീമും എല്ലാവരും കൂടി അവിടെ പോയതും പിന്നെ അതിന് ശേഷം അൻഷിഫ് മുനിക്കിൽ ഷാജഹാൻ്റെ ലൈവിൽ ഇരുന്നിട്ട് റാംബോനെ കുറേ പ്രൊവോക്ക് ചെയ്തതും ആ പരിപാടികളൊക്കെ അവിടെ സോൺ ഔട്ടായി കിടക്കുന്നുണ്ടല്ലോ. അത് വീണ്ടും സോണിലേക്ക് വലിച്ചെടുത്ത് കൊണ്ടുവന്ന് റാംബോയ്ക്ക് അന്ന് പറയാനുള്ളത് റാംബോ ഇപ്പം പറയാമെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ലൈവ് ക്ലിക്കാവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ വലിച്ചിട്ട് പിടിക്കണമല്ലോ, അങ്ങനെ കയറി റാംബോ പിടിച്ച പോലെ തോന്നുന്നുണ്ട്. എനിക്ക് പേഴ്സണലി തോന്നുന്ന കാര്യം കേട്ടോ ഞാൻ പറയുന്നത്. എനിക്ക് അതാണ് തോന്നിയത്. അപ്പോൾ അതൊരു സ്ക്രിപ്റ്റഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതി ബുക്കിൽ സ്ക്രിപ്റ്റ് ചെയ്യില്ലെങ്കിലും ലൈവിൽ ഇരുന്ന സമയത്ത് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും ഇതൊരു കോൺട്രവേഴ്സി എന്നാണല്ലോ കാര്യങ്ങൾ തുടങ്ങാറ്, അല്ലെങ്കിൽ അതിൽ നിന്നാണുള്ളൊരു ഹൈപ്പ് കയറാറ്, ഒരു വൈറൽ എലമെൻറ്റ്. ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞ് നിന്ന് തൊപ്പി സൈഡാക്കിയൊരു കാര്യം, തൊപ്പിയോട് ഇവർക്ക് സ്നേഹവും റെസ്പെക്റ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവന്മാർ ഈ സാധനം ഏറ്റുപിടിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എന്താണെങ്കിലും കാര്യങ്ങളുടെ തുടക്കം മുതൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാര്യങ്ങളുടെ തുടക്കം മുതൽ കാണാം. Alright, here we go. The Komban of the Komban is here. We are gonna introduce MRC Rambo. ഇതാരാണ് ഇതിന്റെ ഇടക്ക് കൈ കിട്ടും മൂഞ്ചിക്കല് അതിന്റെ മക്കളെ കൈ കിട്ടും. എന്താ ഏതേലും പരിപാടിക്ക് MRZ തൊപ്പി നായിന്റെ മക്കളെ കൈ കിട്ടും. അന്ന് മലപ്പുറം എന്താണെന്ന് തൊപ്പിയും മൈരനും സോഡാ കുപ്പി മൈരനും അറിയും. അൻഷിഫ് മോനിക്കല് ഇത് ഷാജഹാന്റെ കൂടെയുള്ള മറ്റവനല്ലടാ, അറാമ്പറപ്പ് പിടിച്ച ആ കുണ്ണ അവനല്ലേ ഇത്? എടാ എനിക്ക് ഇവനെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എനിക്ക് ഇവന്മാരെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ അവിടെ നിന്നപ്പോഴത്തേക്ക് എനിക്ക് പല കാര്യവും പറയാനുള്ള അനുവാദം എനിക്കില്ലായിരുന്നു. മനസ്സിലായ? ഇതെനിക്ക് സംസാരിക്കണോട്ടോ, ഇതെനിക്ക് സംസാരിക്കണം. അതിനെക്കുറിച്ച് നിങ്ങൾ പറ. സംസാരിക്കണമെങ്കിൽ ഞാൻ സംസാരിക്കുക. ഇത് വിട്ട് കളയണമെന്നുണ്ടെങ്കിൽ ഞാൻ വിട്ട് കളയാം. മനസ്സിലായ? എനിക്ക് കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിനെക്കുറിച്ച് പറയണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. റാംബോ എന്ന് പറഞ്ഞ നമ്മളെ വെല്ലുവിളിച്ചു, ഡോറ് തുറന്ന് വെച്ചിക്കാന്ന് പറഞ്ഞു. അവിടെ എന്നിട്ട് എനിക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് ഒന്നും എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. സീരിയസ് ആയിട്ട് ഈ അൻഷിഫ് എന്ന് പറയണതുണ്ടല്ല, അവനെ ഞാൻ അന്നേ നോക്കിയിട്ടുണ്ട്. ഇപ്പൊ എന്നെ കുറെ ചീത്ത വിളിച്ച മറ്റേ PST ഗ്യാങ് എന്ന് പറഞ്ഞ മറ്റേ അപരാധിച്ച ഒരു ഗ്യാങ് ഉണ്ടായിരുന്നല്ലോ അവിടെ, ഒരു അപരാധിച്ച ഗ്യാങ്. ആ ലൈവിൽ വന്നിരുന്ന ഈ അലവരാതി എന്നെ കുറിച്ച് അത്ര ഇത് പറഞ്ഞു. എന്നെ ഏതെങ്കിലും പരിപാടിക്ക് MRZ തൊപ്പി നായിന്റെ മക്കളെ കൈ കിട്ടും. അന്ന് മലപ്പുറം എന്താ, നീ മലപ്പുറമായിട്ട് ഒരു ബന്ധമല്ല നായ. നീ മലപ്പുറമായിട്ട് എന്ത് ബന്ധം? നമ്മൾ മലപ്പുറത്ത് കഴിഞ്ഞാഴ്ച വന്നുള്ള ഇനാഗ്രേഷന് നമുക്ക് ഏറ്റവും കൂടുതൽ ഇനാഗ്രേഷൻ നമ്മളിപ്പോൾ പറഞ്ഞ സ്ഥലം മലപ്പുറമാണ്. മനസ്സിലായ? അവിടെ വന്നിട്ട് എൻ്റെ ഏറ്റവും കൂടുതൽ സ്നേഹം കാര്യങ്ങളും നമുക്ക് കിട്ടണത്. എറണാകുളത്തേക്ക് വണ്ടി എടുത്ത് നീയൊക്കെ ഇവിടെ വന്ന് റീച്ച് മൂഞ്ചാൻ വന്നത്. മനസ്സിലായ? ഈ വീട്ടിന്റെ മുറ്റത്ത് നീയൊക്കെ റീച്ച് മൂഞ്ചാൻ വന്ന, അല്ലാതെ നിനക്കൊക്കെ നമുക്കൊക്കെ പ്രാന്താണോ? നമ്മൾ വന്ന് അവിടെ റീച്ച് മൂഞ്ചി അടുത്ത ദിവസം PST എന്നും പറഞ്ഞൊരു ഊമ്പിയ ഒരു ഇതങ്ങ് ഉണ്ടാക്കി, ഒരു ഗ്യാങ് ഫോം ചെയ്ത്. ഇതാണ് അപ്പോൾ തുടക്കം. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, റാംബോയ്ക്ക് ആ തുടക്കത്തിലൊരു സാധനം കിട്ടാൻ വേണ്ടി ഈ സാധനത്തിന് ഏറ്റുപിടിച്ചൊരു ഫീലിംഗ് എനിക്കുണ്ട്. പിന്നെ റാംബോൻ്റെ അകത്തുള്ള ഫ്രസ്ട്രേഷൻ. തൊപ്പിയാണ് റാംബോനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓബിയസ്ലി തൊപ്പിയും ഷെമീറും ഒക്കെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ട് തന്നെയാണ് എൻ്റെ ബലമായ ഒരു സംശയം. അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിൽ നിന്ന് ചിരിയൊക്കെ കേൾക്കുന്നുണ്ട്. കാരണം റാംബോ അവിടെ കിടന്ന് ഈ പറഞ്ഞ ഷാജഹാൻ്റെ കാര്യം പറഞ്ഞ്
മൂനിക്കെല്ലാം പറയുമ്പോഴൊക്കെ ബാക്കിൽ നിന്ന് ചിരിയൊക്കെ കേൾക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇവൻ്റെ സ്ക്രീനൊക്കെ ക്രോപ്പ് ചെയ്യാനൊക്കെ വന്നു പോകുന്നുണ്ട് ഇവരൊക്കെ. അപ്പോൾ അവിടെ ഉണ്ട്, ഇവൻ്റെ ഫസ്റ്റ് ലൈവ് അവരെന്തായാലും മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഈ വിഷയം എടുത്തു വെച്ച് റാംബോ സംസാരിക്കുമ്പോൾ ഓൾറെഡി തൊപ്പീൻ്റെ ലൈവിൽ നിന്ന് അല്ലെങ്കിൽ ഇവരെ കൂട്ടമായിട്ട് ഇവരിത് ഡ്രോപ്പ് ചെയ്തൊരു വിഷയമാണ്. രണ്ടാമത് എടുത്തു വെച്ച് കൊണ്ടുവരുമ്പോൾ തൊപ്പി ശരിക്കും എന്താ വേണ്ടിയിരുന്നു, ഇത് റിയാക്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇതൊന്ന് സെറ്റിലാക്കി വിടേണ്ട ഒരു ഐറ്റമായിട്ട് എനിക്ക് പേഴ്സണലി ഇത് തോന്നി. തൊപ്പി അവിടെ ഉള്ളതുകൊണ്ട്. കാരണം തൊപ്പി ആദ്യം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ വള്ളികൾ പിടിക്കാൻ പോകുമ്പോൾ അത് എൻ്റെ തലയ്ക്ക് തന്നെ വരാൻ പോണത്. മനസ്സിലായോ? അവിടെ തൊപ്പി തന്നെയാണ് ഇപ്പോഴും. MRC റാംബോ, MRC ഷമീർ, MRC ആദിൽ എന്നൊക്കെ പറഞ്ഞ് MRCയിൽ ഇനി എത്ര എണ്ണത്തിന് ആഡ് ചെയ്താലും എൻഡ് ഓഫ് ദ ഡേ അത് MRC തൊപ്പിയുടെ സബ്ബായിട്ട് ഇങ്ങനെ കിടക്കുകയുള്ളൂ ഈ സാധനങ്ങളൊക്കെ. മനസ്സിലായോ? എൻ്റെ ഐഡൻറ്റിറ്റിയിലാണ് ബാക്കിയുള്ളവരൊക്കെ കയറി പോകുന്നത്. അപ്പോൾ പഴയ വള്ളികൾ ഏറ്റുപിടിക്കുമ്പോൾ അത് ഇവരിലേക്കാൾ കൂടുതൽ ഇമ്പാക്റ്റ് വരുന്ന എൻ്റെ തലയിലായിരിക്കും. അങ്ങനെ വന്നൊരു സാധനമായിട്ടാണ് ഈ ഒരു ഐറ്റം എനിക്ക് തോന്നിയത്. ഈ നിർത്തിപ്പോയൊരു സാധനം, ഈ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ സാധനങ്ങൾ ഗ്യാങ്ങായിട്ട് ഡ്രോപ്പ് ചെയ്തൊരു സാധനം പിന്നെ എടുക്കാൻ പാടില്ല എന്നുള്ളതൊരു റൂളാക്കി വെച്ചിട്ട്, അല്ലെങ്കിൽ അത് എടുക്കാതിരിക്കുക എന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ അത് വേറൊരു സാധനം. അത് എടുക്കാതെ ഇരുന്നില്ല. റാമയുടെ ഫ്രസ്ട്രേഷൻ തീർത്തു. കേട്ടിരുന്ന് നിങ്ങളും അത് ചിരിച്ചിരുന്നു ഇവിടെ. എന്നിട്ടിപ്പോൾ എന്താണ്ടായ ലാസ്റ്റ് നമ്പറും ലീക്കായി, അതിൻ്റെ പേരിൽ വേറൊരു കണ്ടൻറ്റും കയറി. വല്ലാത്തൊരു യൂണിവേഴ്സ് ബിൽഡപ്പ് തന്നെയാണടേ. ഇനി ഇവർ തമ്മിലുള്ള തെറിവിളി അത് കുറച്ച് എനിക്ക് പറയാനുണ്ട്. എന്താ സ്റ്റോറിക്ക് എന്താ പ്രശ്നം പറ്റുള്ളൂ, മനസ്സിലായ? ഇവന്മാർ ഈ വീട്ടിന്റെ മുറ്റത്ത് നിന്നിട്ട് ഇവന്മാർ നമ്മൾ ഇല്ലാത്ത സമയത്ത് ഈ വീട്ടിന്റെ മുറ്റ ഇത് എന്താ കാര്യം എന്താ? അല്ല നീ വലിയ ഇതിന്റെ സ്റ്റോറിയൊക്കെ ഇട്ടേക്കണല്ലോ. ഈ സീന് നീ എവിടെ ഈ സീൻ വിട്ടത്? പറയടാ. ലൈവിലാ. എന്തേ? അല്ല നീ കുറെ കാര്യങ്ങൾ നീ കുറെ കുളച്ചല്ലോ. നിന്റെ ഒരു കമന്റ് ഞാൻ ഇന്നലെ കണ്ട്. ഈ MRC തൊപ്പി നായിന്റെ മക്കളെ മലപ്പുറത്ത് കിട്ടുമെന്ന് ഒരു കമന്റ് ഞാൻ ഇന്നലെ കണ്ട്. എന്തർത്ഥത്തിലാ നീ ആ കമന്റ് ഇട്ട? നീ ഇനി ഇട്ടാ നിന്റെ വായിലൊരു കുത്ത്. ഇനി നീ ഇട്ട മനസ്സിലായ? പച്ചയ്ക്ക് തന്നെ പബ്ലിക്കായിട്ട് എന്താ നിന്റെ അടുത്ത് പറയണ? മൈരാന്ന് നീ നിന്റെ ഉപ്പയെ വിളിച്ചോ? ചിലപ്പോ നിന്റെ ഉപ്പ വിളിയേക്കുമായിരിക്കും, ഞാൻ വിളിയേക്കൂല. മനസ്സിലായ? നിന്റെ തന്തേ നീ വിളി. മൈരാന്ന് നീ നിന്റെ തന്തേ വിളി. നീ ഹലോ മണവാളനല്ലേ ബ്രോ? എൻ്റെ പേര് റാംബോ എന്നാണ്. മനസ്സിലായ? എൻ്റെ പേര് റാംബോ എന്നാണ്. ഞാൻ എറണാകുളത്ത് തൊപ്പിയുടെ കൂടെ ഉള്ളതാണ്. ഒരു എന്താ? അതെ. ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചാണ് ബ്രോ. ഇന്നലെ ഞാൻ അൻഷിഫുമായിട്ട് ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അൻഷിഫ് രണ്ടാമത് എന്നെ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചപ്പോഴത്തേക്ക് വിളിച്ച ഉടനെ എൻ്റെ തള്ളക്കാണ് വിളിച്ചത്, എൻ്റെ അമ്മയ്ക്കാണ് വിളിച്ചത്. മനസ്സിലായ? അപ്പോഴത്തേക്ക് ഞാൻ അതിൽ ബ്രോയുടെ സൗണ്ട് കേട്ടു. ബ്രോയാണോ എന്നെ ചീത്ത വിളിച്ചത്? എൻ്റെ നമ്പർ എനിക്ക് കിട്ടി. ഇത് കിട്ടാൻ വലിയ പാടൊന്നും ഇല്ലല്ലോ ബ്രോ. എന്തേ? നമ്പറല്ലേ എടുത്തോളൂ. ഞാൻ ബ്രോ എടുത്ത് വേറെ മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ബ്രോയുടെ സൗണ്ട് ഞാൻ കേട്ട്. അല്ല, ബ്രോയുടെ സൗണ്ട് ഞാൻ കേട്ട്. ബ്രോ ആണോന്ന് മാത്രമേ ഞാൻ ചോദിച്ചോളൂ. ഈ ഒരു ലൈവും കൂടി കഴിഞ്ഞു. ഇത് രണ്ടാമത്തെ ലൈവ് ആയിട്ട് മൂന്നാമത്തെ ലൈവാണ് ഇവൻ്റെ റാംബോൻ്റെ. ഇതിനകത്ത് അൻഷിഫ് മൂനിക്കലിനെ വിളിക്കുന്നു. മൂനിക്കലാണെങ്കിൽ എന്തെങ്കിലും കിട്ടാൻ നിൽക്കുകയാണ്. മൂനിക്കലിനെ ഞാൻ പേഴ്സണലി വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, എന്ത് പരിപാടി ചെങ്ങായി കാണിക്കുന്നത് ചോദിച്ചപ്പോൾ, ഇജ് രണ്ടെണ്ണം കൂടി ഒന്ന് രണ്ട് തലയും കത്തിച്ച് വിടേ, അപ്പോൾ ഇതൊന്നൊരു അടിയിലെത്തൂല, എന്നിട്ട് നമുക്ക് തീരുമാനമാക്കൂല. മൂനിക്കലിൻ്റെ മൂഡ് അതാണ്. ആ ചെങ്ങായിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ മഞ്ഞക്കാടാണ്. മഞ്ഞക്കാടിൻ്റെ എക്സ്ട്രീം ആ ചെങ്ങായി എനിക്ക് പറയുള്ളൂ. ആ ചെങ്ങായിക്ക് ഇത് എങ്ങനെയെങ്കിലും കുറച്ച് അടിയും തീയും പുകയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ പോകണമെന്നൊക്കെ ആ രീതിയിലാണ് പോകണമെന്ന് പേഴ്സണലി ആഗ്രഹിക്കുന്ന ഒരു ചെങ്ങായിയാണ് തോന്നുന്നത്. അതിനോട് ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അത് അങ്ങനെയാണ്, അത് മാറാൻ പോണില്ല. ഇതിൽ റാംബോൻ്റെ സ്കീമാണെങ്കിലും റാംബോ ഇപ്പോൾ ആദ്യം മൂനിക്കലിനെ വിളിച്ചപ്പോൾ മൂനിക്കൽ പറഞ്ഞിട്ടില്ലേ, ഇജ് ലൈവില അന്ന് വെച്ച് പറഞ്ഞിട്ട് തെറിയണ തുടങ്ങി. ഇങ്ങനെ ചെങ്ങായിമാരെ ഇപ്പോൾ ഞാൻ തെറി പറയാത്ത ആളല്ല, നല്ല വെട്ടിപ്പിൽ പച്ചയ്ക്ക് പറയും. കമൻറ്റ് വിടും, അത് കമൻറ്റ് ബോക്സിലും പറയും, എൻ്റെ വീഡിയോ പറയട്ടെ വീഡിയോ പറയും, നേരിട്ട് പറയണേ നേരിട്ടും പറയും, അതൊക്കെ പറയും. പക്ഷെ അത് ആവശ്യമുള്ള സമയത്താണ് ഉപയോഗിക്കേണ്ടത്. ഇത് രണ്ടാളും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് നോക്കി നിങ്ങൾ. വീട്ടിലുള്ള അച്ഛനും അമ്മയ്ക്കും ഉപ്പാക്കും ഉമ്മക്കുമാണ് കിടക്കപ്പുറത്തില്ലാത്തത്. മൂനിക്കലിൻ്റെ വീട്ടിലുള്ള പാരൻസിന് എത്ര വയസ്സുണ്ടാവും? ഈ ശരത്തിൻ്റെ പാരൻസിന് എത്ര വയസ്സുണ്ടാവും? ഇത് തമ്മിൽ ഇരുന്ന് ഇത് പറയുമ്പോൾ ഓക്കെ, ഒരു കൺട്രോൾ ഇട്ടാൽ നമ്മളൊക്കെ പറയും. പക്ഷേ ഇതെന്താ പറയുക, ഒരു കാണുന്ന ആൾക്കാർക്ക് തന്നെ ഇത് കണ്ട് കൈയടിക്കാനോ അല്ലെങ്കിൽ ഇത്
ഇഷ്ടംപോലെ ആളുകളുണ്ടാവും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ ഇത് മാസമായിട്ട് തോന്നുന്നവരൊക്കെ കാണുമായിരിക്കും. പക്ഷെ ഇതൊരു ലിമിറ്റ് വിട്ടുപോയി ഭയങ്കര അരോചകമാണ് ഈ ഐറ്റം. മനസ്സിലായില്ലേ? ഭയങ്കര അരോചകമാണ്. അപ്പം എന്താണെങ്കിലും അങ്ങനെ അത് ലിമിറ്റ് വിട്ടുപോയി. പിന്നെ ഇതാ അടക്കണു റാംബോ മണവാളൻ കൂടെ ഉണ്ടായിരുന്നു എന്നൊരു സംശയം ഉണ്ടെന്നുള്ളത്. മണവാളൻ കൂടെ ഉണ്ടായിരുന്നു എന്ന സംശയം റാംബോയ്ക്ക് വെക്കാന്നുണ്ടെങ്കിൽ അൻഷിഫ് മൂനിക്കലിന് റാംബോനെ കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നത് തൊപ്പിയാന്നുള്ള സംശയം പറഞ്ഞൂടെ? അത് തിരിച്ചും പറയാലോ, അങ്ങനെയാവാം എന്ന് അൻഷിഫ് മൂനിക്കൽ പറയുമ്പോൾ അപ്പം ഇത് സംശയിച്ച പോലെയാണോ അതെന്ന് പറഞ്ഞിട്ടാണ് കൈ ഒഴിഞ്ഞു പോകാൻ പറ്റും? ഇതെന്താ പറയുക, എല്ലാം കണക്കാണ്. എല്ലാത്തിനും ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു തരം ഹിഡൻ അജണ്ട സ്ക്രിപ്റ്റ് ഉള്ള പോലെയാണ്. ഈ ഷാജഹാൻ നിഷാൻ വന്നതിന് ശേഷം സ്ക്രിപ്റ്റ് ഏതാ അല്ലാത്തതെന്ന് മനസ്സിലാവണില്ല മക്കളെ. ആ രീതിയിലാണ് ഏറ്റങ്ങളൊക്കെ സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്മാതിരി ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ചത്തു ഇല്ല. സോഷ്യൽ മീഡിയയിൽ ഓർഗാനിക് ഐറ്റങ്ങളൊക്കെ കാണണമെങ്കിൽ ഇപ്പോൾ ഭയങ്കര റെയറാണ്. എന്താണെങ്കിലും ഇങ്ങനെ തുടങ്ങി, മൂനിക്കലിനെ വിളിക്കുന്നു, ഫോൺ വിളിക്കുന്നു, തമ്മിൽ വെല്ലുവിളി, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞ പരിപാടികൾ അങ്ങനെയായി. അതിനുശേഷമാണ് തൊപ്പി സീരിയസ് ആയിട്ട് വന്ന് കുറച്ച് സാധനങ്ങൾ ഇന്നലത്തെ ലൈവിൽ പറഞ്ഞു പോയിരുന്നു. അതായത് തൊപ്പി പോണൊരു ഫേസും തൊപ്പി ഇവരൊക്കെ സെറ്റിൽ ഇത് തൊപ്പിയുടെ മെച്യൂരിറ്റി. ഓക്കെ, ഇപ്പോൾ അതായത് 2 ദിവസം കഴിഞ്ഞിട്ടെങ്കിലും ഇത് ഹാൻഡിൽ ചെയ്തല്ലോ സംഗതി വന്നിട്ട്, അതൊരു നല്ല കാര്യം. പക്ഷേ ഇവനെ കൺട്രോൾ ചെയ്യേണ്ടിയിരുന്നു, റാംബോനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. കാരണം എൻഡ് ഓഫ് ദ ഡേ ആർക്കാ റീച്ചല്ല, ആർക്കാ ബെനിഫിറ്റ്? അൻഷിഫ് മൂനിക്കലിന് തന്നെയാണ് ബെനിഫിറ്റ്. അല്ലെങ്കിൽ ഇതിന്ന് മിൽക്ക് ചെയ്യുന്ന എന്നെപ്പോലെ കണ്ടന്റ് ഇടുന്നവർക്ക് തന്നെയാണ് ബെനിഫിറ്റ്. എവിടുന്ന് ആരുടെ വിസിബിലിറ്റിയും ആരുടെ വൈറാലിറ്റിയാണ് ഇവിടെ ഷെയർ ചെയ്തു പോകുന്നത്, ആരുടെ റീച്ച് അവിടെ ഷെയർ ചെയ്തു പോകുന്നത്? MRC തൊപ്പിയുടെ. മനസ്സിലായില്ലേ? തൊപ്പിയാണ് കണ്ടന്റ്, തൊപ്പിയാണ് ബിസിനസ്, തൊപ്പീനെ വെച്ചാണ് വിൽക്കുന്നത്. അപ്പോൾ തൊപ്പി എന്ന് പറഞ്ഞ ആസ്പെക്റ്റിനെ കൂടുതൽ ഇമ്പാക്റ്റ്ഫുൾ ആക്കുകയാണ് ഈ സാധനങ്ങൾ ചെയ്യുന്നത്. നമ്പറും അൻഷിഫ് മൂനിക്കൽ വന്നാൽ ലീലാക്കി. കാരണം മറ്റേ ഇവൻ അൻഷിഫ് മൂനിക്കലിനെ വിളിക്കുന്നത്, അൻഷിഫ് മൂനിക്കലിൻ്റെ ആദ്യം ഇൻസ്റ്റാഗ്രാമിലേക്ക് വിളിച്ചിട്ട് കിട്ടിയില്ല. പിന്നെ മൂനിക്കൽ ബിസിനസ് കോൺടാക്ട് ഫോർ ബിസിനസ് അല്ലെങ്കിൽ മറ്റേ പ്രൊമോഷൻ എന്ന് പറഞ്ഞ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു പബ്ലിക്കായിട്ട് പ്രൊഫൈലിട്ട്. ആ നമ്പറൊക്കെയാണ് റാംബോ വിളിക്കുന്നത്. എന്നിട്ട് ഞാൻ മൂനിക്കലിനോട് ചോദിച്ചത്, ചെങ്ങായി റാംബോ വിളിച്ചത് നിങ്ങളുടെ പേഴ്സണൽ നമ്പറൊക്കെ അല്ലല്ലോ, നിങ്ങൾ പബ്ലിക്കിലിട്ട നമ്പറൊക്കെ അതിന് നിങ്ങൾ എന്തിനാ തൊപ്പിൻ്റെ നമ്പർ ലീക്കാക്കി വെച്ചപ്പോൾ അത് ഞാൻ പ്രൊഫൈലിട്ട നമ്പർ മൂനിക്കൽ എന്തൊക്കെയോ പറഞ്ഞു. ശരി, അത് പബ്ലിക്കായിട്ടിട്ട നമ്പറാണ്, ആ നമ്പറിലാണ് റാംബോ വിളിക്കുന്നത്. അതിന് തൊപ്പീൻ്റെ നമ്പർ എന്തിനും ലീക്കാക്കി, ഇജിൻ്റെതാക്കി ഞാൻ എൻ്റെതാക്കി, ഇതാണ് ലൈൻ. പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ മലപ്പുറം പൊന്നു മക്കളെ, പൊന്നാര പടപ്പുകൾ നിങ്ങൾ മലപ്പുറത്തിന് എടുത്തിടരുത്. ഇതിക്ക് ദയവേത് പറയുള്ളൂ, മലപ്പുറത്തിന് എടുത്തിടരുത്. പിന്നെ ആ ഷാജഹാൻ ഒരു വഴിക്ക് ബിസിനസ് എന്ന് പറഞ്ഞിട്ട് അയാളെ കുടുംബം നോക്കി നന്നായി പോയിക്കിനി അയാളെയും വലിച്ചു കൊണ്ടുവരുത്. ഇനി പണ്ടത്തെ പോലെ അയാളെ പോത്താക്കരുത്. ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞാമ്പാട്ടിക്കാട് പറയുന്നുണ്ട്. കുഞ്ഞാമ്പാട്ടിക്കാട് വളരെ ഒതുങ്ങി അയാളെ കാര്യങ്ങൾ നോക്കി അയാളെ വീഡിയോ ചെയ്തൊരു വഴിക്ക് പോകുന്നുണ്ട്. അയാളും ഈ സ്കീമിക്കൊന്നുമില്ല, അയാളെയും വലിച്ചിടരുത്. നിങ്ങൾ തമ്മിലുള്ളത് നിങ്ങളാവുക. ഒരു റിങ്ങും കെട്ടിയിട്ട് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഫൈറ്റ് ചെയ്യും, അടിച്ചു തീർക്കുകയാണെങ്കിൽ അടിച്ചു തീർക്കി. എന്നാൽ പിന്നെ അങ്ങനെയെങ്കിലും പോലീസ് പിടിച്ചുകൊണ്ടുപോകുമല്ലോ നിങ്ങളൊക്കെ. ഏത് അപ്പോഴെങ്കിലും മനസ്സിലാവുമല്ലോ. എന്ത് കഥ ആലോചിച്ച് നോക്ക്. തൊപ്പി ഒന്ന് പറഞ്ഞ കാര്യം ഞാൻ കാര്യം പറയട്ടെ, നിങ്ങൾ തമ്മിൽ എന്താന്ന് വെച്ചായിക്കോ. എന്റെ നമ്പർ എന്തിനേക്ക് ഇതിലേക്ക് വിളിച്ചത് എന്റെ ഇതിൽ ഇന്ന് രാവിലെ മുതൽ വരുന്ന ഇന്നലെ രാത്രി മുതൽ വരുന്ന കോൾസ് ആണ്. ഇതെന്താ സംഭവം? ഞാൻ എന്തിനാ ഈ ലോകത്തുള്ള എല്ലാരെയും പിടിച്ചിടും. അതല്ല, അത് നീ പറഞ്ഞതാക്കണ്ട. ഞാൻ ഇവന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, എന്റെ നമ്പർ ലീക്ക് ആക്കി ഡിലീറ്റ് ആക്കാൻ. എനിക്ക് കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ ഇതിന്റെ ബാക്കിൽ നിന്ന് ഓടാനുള്ള സമയം എനിക്കില്ല. മനസ്സിലായി? എനിക്ക് എത്ര ബിസിനസ്സാണ് മിസ്സാകുന്നറിയോ? എനിക്ക് എന്തെല്ലാം എനിക്ക് എത്ര വേണ്ടപ്പെട്ട കോൾസ് ഇതും മിസ്സായ നീ നമ്പർ ലീക്ക് ആയ കാരണം. ഓനോട് ഇത് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടോ? ഓൻ കണ്ടിട്ടില്ല. ഞാൻ വിളിക്കട്ടെ. കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ഇവനുമായിട്ട് നമ്പർ ലീക്ക് തെറിവിളി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തീർക്കുക. ഇതൊന്നും ഞാൻ ഹെഡ്സെറ്റിൽ ഇപ്പൊ ഞാൻ പറയുന്നത് ഹെഡ്സെറ്റിൽ ഞാൻ എന്തോ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടാണ് ഇവനെല്ലാം പറയുന്നത്. ഒന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ, എന്റെ ലൈവിൽ ഞാൻ ഈ കേസ് വിട്ടതാ. ഈ ഷാജാനിക്ക, ഈ കുഞ്ഞമ്മാണ്ടിക്കാട്, ഈ അൻഷിഫ്, പിന്നെ കുറെ നീലക്കുയിൽ ഇങ്ങനത്തെ ഈ കോൺട്രവേഴ്സി സംഭവം ഞാൻ വിട്ടതാ. 2026 ഈ പരിപാടി വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ച.
ഈ ഇതെന്ന് വെച്ചാൽ ഇവർക്ക് ഞാൻ പെർമിഷൻ കൊടുക്കാത്തതെന്ന് വെച്ചാൽ എൻ്റെ ലൈവിൽ ഇങ്ങനത്തെ കോൺട്രവേഴ്സികളും തെറിവിളികളും ഇങ്ങനത്തെ ഫാമിലി ഫ്രണ്ട്ലി അല്ലാത്ത ഒരു കാര്യം എൻ്റെ ലൈവിലേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടി ഇവരെ എൻ്റെ ലൈവിൽ നിന്ന് ഞാൻ വിലക്കിയത് ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാനും ഇങ്ങനത്തെ ഇതാക്കാനും. ഓക്കെ, പിന്നെ ഇവരെ ലൈവിലേക്ക് ഇപ്പൊ ഷമീറിനായാലും റാംബോനായാലും മമ്മൂൻ്റെ ആയാലും ഇവരുടെ ലൈവിലേക്ക് ഞാൻ ഒന്നും കൈയെടുത്തിട്ടില്ല. ഇവർക്ക് ഇഷ്ടമുള്ളത് ഇവർ ചെയ്തോന്ന് പറഞ്ഞ് ഞാൻ വിട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ ഇത് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതല്ല. നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ ലീക്ക് ആയിക്കോ. ഇവന്റെ ഒന്നും നമ്പർ ഒരു പട്ടിക്കും വേണ്ട. അങ്ങനെയല്ല, അങ്ങനെയല്ല എടാ, എന്റെ ഇത് നോക്കണം. എനിക്ക് വേണ്ടപ്പെട്ട കോൾസ് എന്റെ വാട്സപ്പ് നീ നോക്കിയാ, വാട്സപ്പ് നോക്കിയാ, ഇതെന്താ അവസ്ഥ? ഇതെന്താ ഇത്? എടാ എനിക്ക് എത്ര വേണ്ടപ്പെട്ട ഇതാ മിസ്സാകുന്ന അറിയോ? ഞാൻ പറഞ്ഞു നിങ്ങൾ തമ്മിൽ തീർക്കടാ. എന്റെ നമ്പർ അത്യാവശ്യമുള്ള കാര്യങ്ങൾ അറിയില്ലേ? നിന്നെ പിടിച്ചിരുന്നില്ല. ഇവ എന്തിനിട്ടേന്ന് അവന്റെ അടുത്ത് ചോദിക്കണം, അല്ല ഞാൻ എന്താ പറയേണ്ടത്? ഞാൻ ഈ വള്ളി വിടുത്തെന്നുള്ള സീനും മൊത്തത്തിൽ വിട്ടിട്ടുള്ളത്. ഞാൻ കാര്യം പറഞ്ഞ ഇപ്പൊ ഈ അടുത്ത് ലാസ്റ്റ് വന്നില്ല. ഞാൻ ലാസ്റ്റ് എടുത്ത വള്ളി എന്ന് വെച്ചാൽ മറ്റേ അഖിൽമാരാറിന്റെ വള്ളിയാണ്. എന്താ സംഭവിച്ചത്? ഒരു ദിവസം നമ്മൾ അടിയായി. പിറ്റേ ദിവസം ഞാൻ പോയിട്ട് അഖിൽമാരോട് പോട്ടെ നമുക്ക് നല്ലതിൽ പോകാന്നിട്ട് ഇതാക്കി. ഷാജാൻ ഖാന്റെ കേസ് 2-3 ദിവസം അടിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ലൈവിൽ വന്നിട്ട് സോറി തന്തൊക്കെ വിളിച്ചത് മോശമായി പോയി പറഞ്ഞിട്ട് ഞാൻ തന്നെ ഇതാക്കി ഇത് വിടുകയാണ്. മനസ്സിലായി? എനിക്ക് ഈ വള്ളി ഇത് എനിക്കിപ്പോ സ്ട്രെയിറ്റ് ലൈനിൽ ഞാൻ പോകുന്നതാണ്. മനസ്സിലായോ? നിങ്ങൾ തമ്മിൽ അടിയുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ തീർക്കുക. എന്റെ നമ്പറും ഇതും ഇതിലേക്ക് വലിച്ചയക്കരുത്. ഇപ്പൊ ഇത്രയും കാലമുള്ള എന്റെ കരിയറിൽ ഏറ്റവും ഹാപ്പിയസ്റ്റ് ടൈമിൽ നമ്മൾ പോകുന്നത്. ഷമീർ സക്സസ്ഫുൾ സ്ട്രീമറായി, 10K വാച്ചിങ് ഒരു പേരുന്ന്. മമ്മൂന് സിനിമയായി. നീ ഇപ്പൊ സ്ട്രീമിങ് തുടങ്ങി അത്യാവശ്യം നല്ല ഇതിൽ പോകുന്നത്. എന്റെ കരിയറിൽ തന്നെ ഏറ്റവും ഞാൻ ഹാപ്പി ആയിട്ടുള്ള സമയങ്ങളാണ്. മനസ്സിലായോ? അതിന്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ കുറെ അടി ഇതുമായിട്ടാ നീ ഒരു കാര്യം ആലോചിക്കുന്നുണ്ട്. ഈ 2026 നമുക്ക് കിക്കിന്റെ കോൺട്രാക്ട് കിട്ടാൻ പോവാ. അടുത്ത പ്ലാറ്റ്ഫോം ഇത് വരാൻ പോവാ. മനസ്സിലായോ? പൈസ വാരാ. അതിനെക്കുറിച്ച് ചിന്തിക്കും. തൊപ്പി പറഞ്ഞ കാര്യങ്ങൾ കേട്ടില്ല. അതായത് അവരുടെ ലൈഫിൽ ഏറ്റവും നല്ല സ്റ്റേജ്, അവരുടെ ലൈഫിൽ ഓരോരുത്തരായിട്ട് സെറ്റിൽ ആവുന്ന സ്റ്റേജ്. ആൻഡ് എനിക്ക് വേറൊരു കാര്യമുണ്ട്. കാരണം ഈ MRC ഗ്യാങ്ങിൽ തൊപ്പി ലൈവ് ചെയ്യാതെ കുറേ കാലം ഇരുന്ന് കഴിഞ്ഞാൽ ഇത് പല ഈഗോ ക്ലാഷിലേക്കും പോകുമെന്നുള്ളൊരു സംശയമൊക്കെ എനിക്കുണ്ട് കേട്ടോ. അത് വേറൊരു കൺസേൺ എനിക്കുണ്ട്. കാരണം തൊപ്പി ചെയ്യേണ്ടത് തൊപ്പി കണ്ടിന്യൂസ്ലി ചെയ്യണം. കാരണം പഴയ ഇപ്പോൾ ഷമീർ ആണെങ്കിലും റാംബോ ആണെങ്കിലും ഒക്കെ ഇനി ലൈവിൽ വന്നിരിക്കുമ്പോൾ തൊപ്പീൻ്റെ ലൈവിലാണെങ്കിൽ പോലും അവർക്കൊരു ബേസിക് ഓഡിയൻസ് സ്കോർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊരു ബേസിക് സാധനം വരാനുള്ള എല്ലാ ചാൻസും ഞാൻ എനിക്കെന്തോ ഭയങ്കര ഡൗട്ട്ഫുള്ളായിട്ട് ഭയങ്കര സസ്പീഷ്യസ് ആയിട്ട് തോന്നുന്നുണ്ട്. ശരിക്കും അവർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ തൊപ്പിയും ചെയ്യണം. അതൊരു കണ്ടിന്യൂസ്ലി ആ ഫ്ലോയിൽ പോയിട്ട് അതൊരു അങ്ങനെ ആയാലത് കറക്റ്റ് ആവുമെന്ന് ഞാൻ ഇപ്പോഴേ പറഞ്ഞു വയ്ക്കും. എനിക്ക് അതിന് ഡൗട്ട്ഫുൾ അല്ലെങ്കിൽ എനിക്കൊരു ഇൻഡ്യൂഷൻ തോന്നുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് ഭാവിയിൽ എന്തെങ്കിലും സംഭവിച്ചു ഇവനാണെന്നൊന്നും പറയാൻ വരരുത്. എനിക്ക് തോന്നി ഞാനതിവിടെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും തൊപ്പിയുടെ ലൈഫിൽ ഹാപ്പിയാണ്. ബാക്കിയുള്ളവരെ സെറ്റിലാക്കി അവനും ഹാപ്പിയാണ്. മമ്മൂന് സിനിമ കിട്ടി, ബാക്കിയുള്ളവരൊക്കെ ലൈവിൽ സെറ്റിലാണ്. എല്ലാവർക്കും അവരവരുടെ ആവശ്യത്തിനുള്ള ഇൻകം സോഴ്സുകളൊക്കെ ആയി. ഗ്യാങ് മൊത്തത്തിൽ തന്നെ ബാക്കി പാട്ടും പരിപാടികളും ഇനിയിപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അവരുടെ പുതിയൊരു പ്ലാറ്റ്ഫോം വരുമ്പോൾ അതിലേക്കുള്ള അവരുടെ ഒരു കോൺട്രാക്റ്റ് എല്ലാം കൊണ്ടും സെറ്റാണ്. ഈ ബിൽഡപ്പ് തന്നെ അതിനാണ്. കാരണം ഓരോരുത്തർക്ക് ഇൻഡിവിജ്വലായിട്ട് ഇനി ആ പ്ലാറ്റ്ഫോമിൽ എന്ത് ചെയ്യാം, 10K വ്യൂവർഷിപ്പ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് ഷമീറിനൊരു കോൺട്രാക്ട് കിട്ടും, തൊപ്പിക്കൊരു കോൺട്രാക്ട് കിട്ടും, റാംബോയ്ക്ക് ഒരു കോൺട്രാക്ട് കിട്ടും. സോ അതൊക്കെ ബെനിഫിറ്റ് ചെയ്യുന്നത് ആ വീട്ടിലേക്ക് തന്നെയാണ്, അവരുടെ കൂട്ടത്തേക്ക് തന്നെയാണ്. സോ അതൊക്കെ നല്ല ബിസിനസ് പ്ലാൻസ് ആണ്, അതൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ചെയ്യുമ്പോഴും പുതിയ വള്ളികൾ വേണമെങ്കിൽ പിടിച്ചോ. അതിപ്പോൾ മമ്മൂനെ ഇറക്കി വിട്ടാൽ മതി, ഇഷ്ടംപോലെ കിട്ടും. ഇൻ്റർനാഷണൽ വള്ളി വരുമ്പോൾ പിടിച്ചിട്ട് കൊണ്ട് കഴിഞ്ഞു പോയ വള്ളികൾ പിടിച്ചു കഴിഞ്ഞാൽ വീണ്ടും തൊപ്പിയുടെ പാസ്റ്റിലേക്ക് ആ സാധനം പോകും. പ്രസൻറ്റിലേക്കും ഫ്യൂച്ചറിലേക്കും അത് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾക്ക് അത് നാറ്റ കേസായിട്ട് കിടക്കുകയുള്ളൂ. മൂനിക്കൽ അതിലും കോമഡിയാണ്. തൊപ്പി വീണ്ടും മൂനിക്കലിനെ വിളിച്ച് കാര്യം പറയാൻ വിളിച്ചപ്പോഴത്തേക്ക് മൂനിക്കൽ അതിലും വലിയ സ്ക്രിപ്റ്റ്. ഇന്നലെ ഞാൻ ഈ സ്ക്രിപ്റ്റിൽ നിന്ന് ജസ്റ്റ് കഴിച്ചിലായതാണ്. ഇന്നലെ കളി ഉണ്ടായിരുന്നു മഞ്ചേരി ഫുട്ബോള്. ഞാൻ ഒരു മാച്ചിൻ്റെ പകുതിയായപ്പോൾ ഞാൻ ഇറങ്ങിപ്പോന്നു. ഇവര് മാച്ച് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോയപ്പോഴാണ് റാംബോ തൊപ്പിയും കൂടി ലൈവിലിരുന്ന് വിളിക്കുന്നത്. ഇഞ്ചിന് മിസ്. ബ്രോ തൊപ്പിയാണ് തൊപ്പി. എൻ്റെ നമ്പറേ എൻ്റെ കേക്കാവോ? എൻ്റെ നമ്പർ ഇതിൽ ഇവന്റെ റീലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ബ്രോ തൊപ്പിയാണ് തൊപ്പി. എൻ്റെ നമ്പറേ എൻ്റെ കേക്കാവോ? എൻ്റെ നമ്പർ ഇതിൽ ഇവന്റെ റീലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ റാംബോന്റെ നമ്പർ ആണെങ്കിൽ ലീക്ക് ആയിക്കോ, കുഴപ്പമില്ല. എന്റെ നമ്പർ അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ. ഇവര് തമ്മിൽ തീർക്കാൻ പറ. ഒന്ന് കോൾ കാണിച്ചു.
ഹലോ അല്ല അഞ്ച് പ്രോ തൊപ്പിയാണേ. നിങ്ങൾ ഈ ശരത്തുമായിട്ട് പ്രശ്നമുണ്ടെങ്കിൽ ശരത്തുമായിട്ട് തീർക്കണം. എന്റെ നമ്പർ എന്തിനാ ഈ റീൽസിലെല്ലാം എടുത്ത് ലീക്ക് ചെയ്യുന്നത്? എനിക്ക് എത്ര ബിസിനസ് ഇതിൽ മിസ്സാണെന്ന് അറിയോ? എടാ മുത്തേ, എൻ്റെ ഈ റാമ്പ് പറഞ്ഞാൽ പുറത്ത് പോയിട്ടൊന്നുമല്ലല്ലോ. നിങ്ങളൊരു വീട്ടിൽ നിന്ന് നിങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്ന നായ്ക്കളല്ലേ എനിക്ക്. തൊപ്പിയാണേ. നിങ്ങൾ ഈ ശരത്തുമായിട്ട് പ്രശ്നമുണ്ടെങ്കിൽ ശരത്തുമായിട്ട് തീർക്കണം. എന്റെ നമ്പർ എന്തിനാ ഈ റീൽസിലെല്ലാം എടുത്ത് ലീക്ക് ചെയ്യുന്നത്? എനിക്ക് എത്ര ബിസിനസ് ഇതിൽ മിസ്സാണെന്ന് അറിയോ? എടാ മുത്തേ, എൻ്റെ ഈ റാമ്പ് പറഞ്ഞാൽ പുറത്ത് പോയിട്ടൊന്നുമല്ലല്ലോ. നിങ്ങളൊരു വീട്ടിൽ നിന്ന് നിങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്ന. ഞാൻ വളർത്തിക്കൊണ്ടിരുന്നതെന്ന് വെച്ചിട്ട് എന്റെ കമാൻഡിലല്ല ഇവരൊന്നും ഇതൊന്നും ചെയ്യുന്നത്. എന്റെ ലൈവിൽ മാത്രമേ റൂൾസ് ഉള്ളൂ. ഇവരെ ലൈവിലൊന്നും ഞാൻ കൈ കടത്തല്ല. ഇവർക്ക് ഫുൾ ഫ്രീഡം ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവര് തമ്മിൽ ഇതുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് തീർക്കണം. അതല്ല, ഈ മറ്റേ ഇതിന്റെ ലൈവിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്റെ ക്ലാസ്സസ് ഈ പറഞ്ഞിട്ടില്ല. ഒരാൾ പേഴ്സണൽ സംഭവങ്ങൾ ഈ സോഷ്യൽ മീഡിയക്ക് പറഞ്ഞിട്ടില്ല. അഞ്ച് ബ്രോ, ഇതൊന്നും എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള താല്പര്യമില്ല. എനിക്ക് അതിനുള്ള സമയമില്ല. എനിക്ക് വേറെ പണിയുണ്ട്. ഞാൻ പറയുന്നത് വെച്ചാൽ എനിക്ക് കേസ് കൊടുക്കാനോ ഇതിന്റെ ബാക്കിൽ നിന്ന് ഓടാനോ, ഞാൻ പറയുന്നത് കേൾക്ക്, എനിക്ക് കേസ് കൊടുക്കാനോ ഇതിന്റെ ബാക്കിൽ നിന്ന് ഓടാനോ ഒന്നും എനിക്ക് സമയമില്ല. അവിടെ പറയുന്നത് ഞാനൊരു കേസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. എന്റെ നമ്പർ ലീക്ക് ചെയ്തതിന്റെ പേരില്. ഓക്കെ നിങ്ങളെ നമ്പർ അല്ലല്ല, നിങ്ങളെ നമ്പർ ലീക്ക് ചെയ്തത് ആരാ? നിങ്ങളെ നമ്പർ ലീക്ക് ചെയ്തത് ആരാ? ഞാനാണോ? ഒരാൾ നമ്പർ ലീക്ക് ചെയ്താൽ അത് കേസ് കൊടുത്താൽ അതിന്റെ നിയമവശങ്ങൾ പഠിക്കാൻ വേണ്ടിട്ട് കൊടുത്തതാണ് ഞാൻ കേസ്. അല്ലാതെ ഞാൻ ആണോ? ശരി. അപ്പൊ നിങ്ങളെ നമ്പർ ലീക്ക് ചെയ്തത് റാംബോ ആണല്ലോ. അപ്പൊ റാംബോന്റെ നമ്പർ ലീക്ക് ചെയ്തത് എന്റെ നമ്പർ ഒന്ന് എഴുന്ന് കളഞ്ഞോ? റാംബോനോട് പറയാ, വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറയാം. ഏത് വീഡിയോ? ഇവന്റെ നമ്പർ ലീക്ക് ചെയ്യുന്ന ആ ഭാഗം ബ്ലർ ചെയ്ത് കളാം. ഓക്കെ, ഇവൻ കളഞ്ഞോളത്. ഡിലീറ്റ് ആക്കല്ല, ആ നമ്പറിന്റെ ഭാഗം ബ്ലർ ചെയ്തോളാം. യൂട്യൂബിലല്ലേ? അതെ, അത് അങ്ങനെ ചെയ്യാൻ പറ്റും. യൂട്യൂബ് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. യൂട്യൂബിലുണ്ട്. ഇൻസ്റ്റയില് ഞാൻ ഒരു കാര്യം പറ്റാം ബ്രോ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിവില്ലാത്തോണ്ട് ഞാൻ പറയട്ടെ. ഇൻസ്റ്റയില് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളെ നമ്പർ കളഞ്ഞേക്കാം. നിങ്ങളെ നമ്പറിൽ നിന്ന് കളഞ്ഞു തരാം. നിങ്ങൾ എന്റെ നമ്പറിൽ നിന്ന് കളയണം. കാരണം നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. എനിക്ക് അത്രയും കോൾസ് എനിക്ക് മിസ്സായത് ഇത് കാരണം. മനസ്സിലായോ? ഹലോ, കേക്കാവോ? കളയിപ്പിച്ചോളാം. എന്റേത് ഇപ്പൊ തന്നെ ഒന്ന് കളാം. എന്റെ ഇപ്പൊ തന്നെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളാം. ബ്രോ, ഞാൻ നിങ്ങളെ പോലെ, ഞാൻ ഒരു കാര്യം പറയട്ടെ ബ്രോ, ഞാൻ നിങ്ങളെ ഗ്യാങ്ങിനെ പോലെ ഡിഗ്നിറ്റി ഇല്ലാത്ത ഒരുത്തനല്ല ബ്രോ. ഞാനൊരു വാക്ക് പറഞ്ഞ അതിന്റെ അപ്പുറത്തേക്ക് ഇല്ല. മനസ്സിലായോ? ഞാൻ ഒരു വാക്ക് പറഞ്ഞ അങ്ങനെ നാളെ പറ്റിക്കാനൊന്നും നിൽക്കൂല. ഞാനൊരു കാര്യം പറയട്ടെ, ആദ്യം നിങ്ങളാണ് സ്പ്രെഡ് ചെയ്തത്. ഈ അത് ട്രിം ചെയ്താൽ മാക്സിമം എന്തായാലും ഒരു 3 മണിക്കൂറെങ്കിലും അത് പ്രോസസിംഗിൽ കിടക്കും. എനിക്കറിയാം, ഞാൻ ട്രിം ചെയ്യാത്ത ആളൊന്നുമല്ല. എനിക്ക് കൺഫേം ആയി കഴിഞ്ഞാല് ഞാൻ ആ സ്പോട്ടിൽ വീഡിയോ ഡിലീറ്റ് ചെയ്യും. ശരി, ഞാൻ ഇപ്പൊ അയക്കാം. ഞാൻ ഇൻസ്റ്റയില് മെസ്സേജ് അയച്ചിട്ടുണ്ടാവും, നോക്ക്. ശരി, വിഷയം ഉണ്ടാക്കിയത് തന്നെ ഈ തൊപ്പിന്റെ. അത് എനിക്ക് അറിയേണ്ട കാര്യമില്ല ബ്രോ. അത് നിങ്ങൾ തമ്മിൽ എന്താ വെച്ചാൽ ചെയ്തോ. ഓക്കെ, ശരി, എന്നാ പോയി. കേട്ടല്ലോ, ഇതൊക്കെയാണ് ഇവിടുത്തെ യൂണിവേഴ്സ്. അതായത് ഈ തൊപ്പി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു MRC തൊപ്പി ഒരു എക്കോസിസ്റ്റം ആയിട്ട് പറയും. നമ്മൾ പണ്ട് കണ്ടാൽ MRC തൊപ്പി പറഞ്ഞാൽ ഐഷോ സ്പീഡിനെ അനുകരിച്ച് വന്നിരുന്ന് വലിയ വിദ്യാഭ്യാസം അന്തോ ബുദ്ധിയോ ലോകത്തിനെ കുറിച്ചൊന്നും ഒരു അറിവില്ലാത്തൊരു ചെങ്ങായി വന്നിരുന്ന് വായ തൂന്നി വെടലത്തരം പുള്ളി വിളിച്ച് പറഞ്ഞാൽ അടിച്ച് പൊട്ടിച്ച് വേറൊരു എക്സ്ട്രീം ടോക്സിക് സാധനം കാണിച്ചിട്ട് പോകുന്നു. അത് കുട്ടികളടക്കം കുറേ പേര് ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ഇച്ചിപുള്ളി ഗ്യാങ് ഉണ്ടാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എഴുതി തള്ളിയൊരു സ്ഥലത്തുനിന്ന് ഈ ചെങ്ങായി എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ തൊപ്പിയിൽ നിന്ന് നിഹാദിലേക്ക് മാറുന്നു. ആ മുടി മുറിക്കുന്നു. വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഒറ്റയടിക്ക് വരുന്നു. പിന്നെ ലൈവിൽ ഭയങ്കരമായിട്ടുള്ള ഫാമിലി ഓഡിയൻസ് അടക്കം, ഇപ്പം തൊപ്പി പോകുന്നിടത്ത് ഫാമിലി ഓഡിയൻസ് അടക്കം കയറാൻ തുടങ്ങുന്നു. അവനെ കാണാൻ വരുന്നു. ഇപ്പോൾ GCC കൺട്രിയിലൊക്കെ പോയ സമയത്ത് ഭയങ്കര ഫാമിലിയുടെ എണ്ണം കൂടുതലാണ്. അപ്പം അങ്ങനെ മാറി വന്നിട്ട് ആക്ച്വലി തൊപ്പി ഈ മാറിയ കൾച്ചറാണ് ഇറ്റങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഈ റാംബോയ്ക്കും ഷമീറിനും ആദിലിനും അല്ലെങ്കിൽ ഈ പറഞ്ഞ മമ്മൂനൊക്കെ ഐ ഡോണ്ട് നോ അതെന്താ തൊപ്പി ചെയ്തിട്ടും ഇവന്മാർ എടുക്കാത്തതാണോ അതോ തൊപ്പീനെ അനുകരിച്ച് മുന്നോട്ട് തൊപ്പി മാറിയ മാതിരി മാറാമെന്ന് വിചാരിച്ചിട്ട് അതെല്ലാവരെ കൊണ്ടൊന്നും പറ്റൊന്നുമില്ല. മനസ്സിലായി? തൊപ്പിക്ക് അത് പറ്റി, ഇവരെ കൊണ്ട് പറ്റണമെന്നില്ല. തൊപ്പി ഐഷോ സ്പീഡിനെ കോപ്പി ചെയ്തു, ഇവർ തൊപ്പിയെ കോപ്പി ചെയ്യണം. മനസ്സിലായില്ലേ? ഇവർ ആ കറക്റ്റ് ടൈമിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റി തൊപ്പിക്ക്. അതിന് മുന്നേ ഒരുപാട് അനുഭവിച്ച് ആ അനുഭവങ്ങൾ കണ്ടിട്ട്, അല്ലെങ്കിൽ ആ അനുഭവം തൊപ്പി അനുഭവിച്ചപ്പോൾ ഇവർ കൂടെ ഇല്ല. അങ്ങനത്തെ ഒരു സീനുണ്ട്. കൂടെ ഉള്ളവർ കുറവായില്ല എണ്ണം. അതിൽ മുനു മാത്രമാണ് ഒപ്പുണ്ടായിരുന്ന ഒരാൾ. മുനോർ മാത്രമാണ്
അന്ന് മുതലൊപ്പമുള്ള ഒരാൾ. ബാക്കിയുള്ളവരൊക്കെ എനിക്ക് തോന്നുന്നത് ആ ഒരു ഫേസ് അനുഭവിക്കാത്തവരാണ് ഇപ്പോഴുള്ള പലരും. ആ ഒരു ഫേസ് അനുഭവിച്ച് വന്നൊരാളാണ് തൊപ്പി. അപ്പോൾ തൊപ്പിയെപ്പോലെ ഇവർ ഡിക്റ്റോ കോപ്പി പേസ്റ്റ് ഈച്ച കോപ്പി അടിച്ച് സംസാരവും അല്ലെങ്കിൽ വർത്താനവും തെറിവിളിയും കോൺട്രവേഴ്സി പിടിക്കലും അതങ്ങനെ ആവശ്യമില്ല. ഇപ്പം അവരുടെ ധൈര്യം എന്താവും എന്ന് പറയുമ്പോൾ തൊപ്പി രക്ഷിക്കാണ്ടെന്നാവും, അല്ലെങ്കിൽ തൊപ്പി ഇടപെടുന്നാവും. പക്ഷെ അപ്പോഴും തൊപ്പിയുടെ ഇമേജ് ഇവർ ടാർണിഷ് ചെയ്യുക എന്നുള്ളൊരു ബോധം ഇവർക്കില്ല. അല്ലെങ്കിൽ തൊപ്പി സ്വയം മനസ്സിലാക്കണം. കുറേയൊക്കെ ഇവരെ റെസ്ട്രിക്ട് ചെയ്ത് തൊപ്പി ഇപ്പോൾ പോകുന്ന ട്രാക്കിൽ ഇവരെ കൊണ്ടുപോകാൻ പറ്റണം. അതാണ് ഹെൽത്തി എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. MRCയുടെ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഹെൽത്തി ആവുന്നത് തൊപ്പി ഇപ്പോൾ പോകുന്ന ട്രാക്കിൽ ഒരു പോകണം. അല്ല ഞാനിവരെ എന്താ പറയുക അങ്ങോട്ട് കയറ് ഊരി വിട്ടു, ഇവരെ ഇഷ്ടത്തിന് ചെയ്യട്ടെ, നാളെ ഇവർ ചെയ്യുന്ന എല്ലാത്തിനും ഉത്തരം പറയാൻ പോകേണ്ടി വരും. അങ്ങനെ പറയാൻ പോകുമ്പോൾ അവിടെ ഇമ്പാക്റ്റ് ആവുന്നത് തൊപ്പി എന്ന് പറഞ്ഞ ആളുടെ റീച്ചും വിസിബിലിറ്റിയും സെലിബ്രിറ്റി സ്റ്റാറ്റസും ക്രെഡിബിലിറ്റിയാണ്, ഡിഗ്നിറ്റിയാണ്. അതില്ലാതാവും. അപ്പം അങ്ങനെ അഴിച്ചു വിടാനും പറ്റില്ല. അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നന്നായി മുന്നോട്ട് പോയാൽ നല്ലത്. പിന്നെ മൂനിക്കലിൻ്റെ കേസിലൊക്കെ ചത്താ കുത്തിയില്ലേ പച്ച നടക്കുന്ന ടീമാണ് മൂനിക്കലൊക്കെ. മൂനിക്കലിനൊന്നും പോകാനൊന്നുമില്ല. മൂനിക്കലിനൊന്നും കിട്ടാനേ ഉള്ളൂ. മാക്സിമം എന്താ പറയുക അങ്ങനത്തെ കോൺട്രവേഴ്സിയൊക്കെ അവോയ്ഡ് ചെയ്ത് വിടുക. അല്ല വേറെ ഒന്നും ഇതിൽ ചെയ്യാനില്ല. ഓൾറെഡി കഴിഞ്ഞ കഥകളല്ലേ, കഴിഞ്ഞ പരിപാടികളാണ്. വിട്ടുപിടിച്ച് പോയാൽ ബെറ്റർ. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വീണ്ടും തൊപ്പിക്ക് വന്നിരുന്ന് തൊപ്പിയുടെ നമ്പർ ലീക്കായി അതിൻ്റെ ഇമ്പാക്റ്റ് വേറെ. ഇനി ഇതൊക്കെ പാടെ കൂടി വീണ്ടും തൊപ്പീൻ്റെ തലയിൽ പോകുമ്പോൾ തൊപ്പി വീണ്ടും വന്നിരുന്നിട്ട് ഇതൊക്കെ എന്തിനാണ് ഇതിൻ്റെ നെഞ്ചത്ത് കൊണ്ടുവരുന്നത് എന്നുള്ള ചോദ്യം ചോദിച്ചാൽ അവിടെ ഇരുന്ന് നാട്ടുകാരോടല്ല ഒപ്പം ഇരുന്നോട് ചോദിച്ചുകൊണ്ടിരിക്കേണ്ട ഒരവസ്ഥയ്ക്ക് അങ്ങനെ പോകും കാര്യങ്ങൾ.